ഗോതമ്പിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്? ഗോതമ്പ് കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണോ അല്ലേ? ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോയുടെ വിഷയം ഗോതമ്പാണ്. സോ വെൽക്കം ബാക്ക് ടു ഡോഫോഡി. നമുക്ക് തുടങ്ങാം. ആദ്യമായി ഗോതമ്പ് എന്താണെന്ന് പറയാം. ഗോതമ്പ് ഒരു തരത്തിലുള്ള ഗ്രെയിൻ ആണ്, ഒരു സീരിയലാണ്. വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യുന്ന 3 ഗ്രെയിൻസിൽ ഒന്ന് വീറ്റ് ആണെന്നാണ് പറയുന്നത്. മറ്റു 2 റൈസും മെയ്സും ആണ്. പക്ഷെ ഫുഡ് ഇൻഡസ്ട്രിയിലെ ഏറ്റവും വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത് വീറ്റാണ്. കാരണം വീറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന വീറ്റ് ഫ്ലവർ അല്ലെങ്കിൽ ആട്ട, അതും അല്ലെങ്കിൽ മൈദ, അതിനെ കൊണ്ട് പലതരത്തിലുള്ള ഭക്ഷണ വിഭവങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള ഒട്ടുമിക്ക എല്ലാ ഭക്ഷണവും അധികം മനുഷ്യന്മാർക്കും വളരെയധികം പ്രിയങ്കരമാണ്. നമ്മളുടെ ലോകത്തിൽ ശരാശരി ഒരു വർഷം ഉണ്ടാക്കുന്ന ഗോതമ്പിന്റെ അളവെന്ന് പറഞ്ഞാൽ 100 കോടി മെട്രിക് ടണ്ണിന്റെയും മുകളിലാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാര്യമായിട്ടും പറയുന്നത് ഗോതമ്പിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ഗോതമ്പിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിൽ ആദ്യം പറയാനുള്ളത് പ്രോട്ടീനെ കുറിച്ചാണ്. പ്രോട്ടീൻ ഗോതമ്പിന്റെ വെയ്റ്റിന്റെ, ഡ്രൈ വെയ്റ്റിന്റെ 7 മുതൽ 22% വരെയാണ് അടങ്ങിയിരിക്കുന്നത്. പ്രോട്ടീൻസിന്റെ ബിൽഡിംഗ് ബ്ലോക്കിനെയാണ് നമ്മൾ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്. പലതരത്തിലുള്ള വീറ്റ് വെറൈറ്റീസിൽ പലതരത്തിലുള്ള അമിനോ ആസിഡ്സ് ആണ് വരുന്നത്. പക്ഷേ ഒട്ടുമിക്ക എല്ലാ ഗോതമ്പിന്റെ വെറൈറ്റിയിലും ലൈസീൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ് ഉണ്ട്. ഇതൊരു ഇസെൻഷ്യൽ അമിനോ ആസിഡ് ആണ്. ലൈസീൻ്റെ അളവ് കുറവാണ്. ഇനി ഇസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിക്കാൻ സാധിക്കില്ല, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ തന്നെ നമുക്ക് കിട്ടണം. ലൈസീൻ ഒഴിച്ചു നിർത്തുകയാണെങ്കിൽ മറ്റു തരത്തിലുള്ള എസെൻഷ്യൽ അമിനോ ആസിഡ്സ് അത്യാവശ്യം ഗോതമ്പിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. പക്ഷെ അത് ഹോൾ വീറ്റിലാണ്, അതായത് കംപ്ലീറ്റ് ഗോതമ്പിന്റെ ധാന്യങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൽ മാത്രം. ഗോതമ്പിൽ നിന്ന് ഉണ്ടാക്കുന്ന ഫ്ലവർ അല്ലെങ്കിൽ മൈദ, അതിൽ പ്രോട്ടീൻ കണ്ടന്റ് നമ്മൾ പ്രതീക്ഷിക്കുക വേണ്ട, അതെല്ലാം പോയിട്ടുണ്ടാവും. അരിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഗോതമ്പിന് ഡിഫറെൻ്റ് ആക്കുന്നത്, ഗോതമ്പിന് പ്രത്യേക തരത്തിലുള്ള ഒരു സ്റ്റിക്കിനെസ്സും ഒരു ഒട്ടിപ്പിടിക്കുന്ന പോലത്തെ ഒരു ക്യാരക്ടർ, ഒരു ഇലാസ്റ്റിസിറ്റി, ഇതെല്ലാം ഗോതമ്പിന് കിട്ടുന്നത് ഗ്ലൂട്ടൻ എന്ന് പറയുന്ന പ്രത്യേക തരത്തിലുള്ള പ്രോട്ടീൻ കാരണമാണ്. ഗ്ലൂട്ടൻ എന്ന് പറയുന്നത് ഗോതമ്പിൽ അടങ്ങിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രോട്ടീനാണ്. ഗോതമ്പിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ പ്രോട്ടീനിന്റെയും അളവ് നോക്കുകയാണെങ്കിൽ അതിൽ 80% ഗ്ലൂട്ടൻ ആണെന്നാണ് പറയുന്നത്. ഗോതമ്പിൽ അടങ്ങിയിരിക്കുന്ന ഈ ഗ്ലൂട്ടന്റെ പ്രത്യേക തരത്തിലുള്ള സ്പെഷ്യൽ ക്യാരക്ടർ ഉപയോഗിച്ചിട്ടാണ് ബേക്കറി ഇൻഡസ്ട്രിയിലും ഫുഡ് ഇൻഡസ്ട്രിയിലും നമുക്ക് പലതരത്തിലുള്ള പ്രിയപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഗ്ലൂട്ടൻ ഒരു പ്രശ്നമുണ്ട്. ഗ്ലൂട്ടൻ എല്ലാവർക്കും ഒരേപോലെ ടോളറേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ചില ആൾക്കാർക്ക് ഗ്ലൂട്ടൻ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ ഭക്ഷണം എന്ത് കഴിച്ചു കഴിഞ്ഞാലും, അത് ഗോതമ്പാണെന്നുണ്ടെങ്കിലും അവർക്ക് ഇൻഡൈജഷൻ ഉണ്ടാവും, ദഹനക്കേട് ഉണ്ടാവും. അങ്ങനെ ഗ്ലൂട്ടൻ ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥേനെയാണ് നമ്മൾ ഗ്ലൂട്ടൻ ഇൻടോളറൻസ് എന്ന് പറയുന്നത്. ഗോതമ്പിൽ അടങ്ങിയിരിക്കുന്ന മറ്റൊരു പ്രധാന ഘടകം എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. മെച്യൂർ ആയിട്ടുള്ള ഗോതമ്പിന്റെ ധാന്യങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൽ 85%, 85% കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അതിൽ 80% സ്റ്റാർച്ച് ആണ്. സ്റ്റാർച്ച്, മോണോസാക്രൈഡ്, പോളിസാക്രൈഡ്, ഇതൊക്കെ കാർബോഹൈഡ്രേറ്റ്സിന്റെ പല തരത്തിലുള്ള രൂപങ്ങളാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ തീർച്ചയായിട്ടും കാണുക. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം, കാർബോഹൈഡ്രേറ്റ്സിൽ നിന്നാണ് നമുക്ക് മെയിനായിട്ടും എനർജി കിട്ടുന്നത്. 100 ഗ്രാം ഹോൾ വീറ്റ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് 200 കാലറീസിലും താഴെയാണ്. അത് നമ്മൾ റൈസിനെ, അരിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പം ഏകദേശം സെയിം തന്നെയാണ്. പക്ഷേ 100 ഗ്രാം വീറ്റ് ഫ്ലവർ ആണെന്നുണ്ടെങ്കിൽ, അത് ആട്ടയാണെന്നുണ്ടെങ്കിൽ 265 കാലറിയാണ്. മൈദയാണെന്നുണ്ടെങ്കിൽ 340 കാലറീസ് വരെ നിങ്ങൾക്ക് കിട്ടും. അതായത് ചെറിയ ക്വാണ്ടിറ്റി ഗോതമ്പിൽ നിന്ന് തന്നെ കൂടുതൽ കാർബോഹൈഡ്രേറ്റ്സ്, കൂടുതൽ എനർജി ഉണ്ടാക്കാൻ സാധിക്കും. പോരാത്തതിന് ഗോതമ്പിൽ അടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ് എല്ലാം പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സും കൂടുതലായിരിക്കും. ഒരു ഭക്ഷണത്തിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ആ ഭക്ഷണം കഴിച്ചതിന് ശേഷം എത്ര വേഗത്തിലാണ് ഗ്ലൂക്കോസ് രക്തത്തിൽ കൂട്ടുന്നത്, ആ വേഗത്തിനെയാണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഗോതമ്പിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഏകദേശം അരി ഭക്ഷണം പോലെ അല്ലെങ്കിൽ കിഴങ്ങ് വർഗ്ഗങ്ങൾ പോലെ തന്നെ ഗോതമ്പിനും ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ കൂടുതലാണ്. അത് ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രമേഹം ഉള്ള ആൾക്കാർക്ക് പറ്റുന്നതല്ല. പക്ഷെ ഹോൾ വീറ്റിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൈദയും ആട്ടേനെയും വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രമേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അരിഭക്ഷണം ഒഴിവാക്കി ഗോതമ്പാക്കിയതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഗുണങ്ങൾ ഒന്നും കിട്ടാനില്ല. ഗോതമ്പ് കഴിക്കാൻ ഡോക്ടർമാർ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്, നമുക്ക് മലയാളികൾക്ക് ഗോതമ്പ് അത്ര പെട്ടെന്ന് ഇഷ്ടപ്പെടില്ല, അതുമ്പോൾ കഴിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കും. ഈ ഒരു കാരണം കൊണ്ടാണ് അധിക ഡോക്ടേഴ്സും നിങ്ങളടുത്ത് അരിഭക്ഷണം ഒഴിവാക്കി ഗോതമ്പാക്കാൻ പറഞ്ഞത്. അതല്ലാതെ അരിഭക്ഷണത്തിൽ കാലറീസ് കൂടുതലും ഗോതമ്പ് കഴിച്ചാൽ കിട്ടുന്ന കാലറി കുറവ് ആയതുകൊണ്ടൊന്നുമല്ല. ഗോതമ്പിൽ അടങ്ങിയിരിക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ് ഡയറ്ററി ഫൈബർ. ഇത് ഒരു തരത്തിലുള്ള കാർബോഹൈഡ്രേറ്റ് തന്നെയാണ്. പക്ഷേ ഡയറ്ററി ഫൈബർ മെയിനായിട്ടും അടങ്ങിയിരിക്കുന്നത് ഗോതമ്പിന്റെ ബ്രാൻ എന്ന് പറയുന്ന ലെയറിലാണ്, ഔട്ടർ മോസ്റ്റ് ലെയറിലാണ്. ഗോതമ്പിന്റെ കോശങ്ങളിലെ സെൽ വാൾ പോളിസാക്രൈഡ്സിലും ഡയറ്ററി ഫൈബർ ഗോതമ്പിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി ഡയറ്ററി ഫൈബറിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭക്ഷണം കഴിച്ച ഉടനെ ഗ്ലൂക്കോസ്
രക്തത്തിൽ പൊന്തിപ്പോകുന്ന ഒരവസ്ഥ, അതിനെ നമ്മൾ പോസ്റ്റ് പ്രാൻഡിയൽ ഗ്ലൂക്കോസ് എന്ന് പറയും. അത് കുറച്ച് നിർത്താൻ സാധിക്കും. ഇത് പ്രമേഹ രോഗികൾക്ക് ബെനിഫിഷ്യൽ ആയിരിക്കും, ഹെൽപ്ഫുൾ ആയിരിക്കും. കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം വരുന്നത് തടയാൻ സഹായിക്കും. ഡയറ്ററി ഫൈബറിന് നിങ്ങളുടെ കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാൻ സാധിക്കും, കൊളസ്ട്രോളിൻ്റെ അബ്സോർപ്ഷൻ കുറയ്ക്കാൻ സാധിക്കും, നിങ്ങളുടെ ഗട്ട് മൈക്രോബിയത്തിനെ കുറച്ചും കൂടി മെച്ചപ്പെടുത്താൻ സാധിക്കും. ഗോതമ്പിൽ അടങ്ങിയിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള ഡയറ്ററി ഫൈബേഴ്സും ഇൻസോളിബിൾ ടൈപ്പാണ്. അതായത് അത്തരത്തിലുള്ള ഇൻസോളിബിൾ ഫൈബേഴ്സ് നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, നമ്മളുടെ ശരീരത്തിൽ നിന്ന് അങ്ങനെ തന്നെ പുറത്തേക്ക് പോകും. പക്ഷേ ചെറിയ അളവിൽ സോളിബിൾ ഫൈബേഴ്സും അടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് ഫ്രക്ടൻസ് എന്ന് പറയുന്നത്. ഈ ഫ്രക്ടൻസ് എന്ന് പറയുന്ന ചെറിയ അളവിൽ അടങ്ങിയിരിക്കുന്ന സോളിബിൾ ഫൈബർ കാരണമാണ് ചില ആൾക്കാർക്ക് ഗോതമ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം അല്ലെങ്കിൽ ഗോതമ്പിനെ കൊണ്ട് ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോമിൽ ഉണ്ടാവുന്ന പോലത്തെ സിംറ്റംസ് ഉണ്ടാവുന്നത്. അതിൽ അബ്ഡോമിനൽ പെയിൻ ഉണ്ടാവാം, ദഹനക്കേട് ഉണ്ടാവാം, ഭക്ഷണം കഴിച്ച ഉടനെ ബാത്റൂമിൽ പോകാനുള്ള ടെൻഡൻസീസ് ഉണ്ടാവാം. ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ടും മനസ്സിലാക്കേണ്ടത്, ഹോൾ വീറ്റിൽ അതായത് കംപ്ലീറ്റ് ഗോതമ്പിൻ്റെ ധാന്യങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൽ മാത്രമേ ഡയറ്ററി ഫൈബർ അടങ്ങിയിട്ടുള്ളൂ. പക്ഷേ മൈദയിൽ അതില്ല, ആട്ടയിൽ ചെറിയ അളവിലുണ്ടാവും. ഗോതമ്പിൽ ചില തരത്തിലുള്ള ഫൈറ്റോ കെമിക്കൽസ് അടങ്ങിയിരിക്കുന്നുണ്ട്. മെയിനായിട്ടും ഫിനോളിക്സും ടെർബിനോയിഡ്സുമാണ്. ഇത്തരത്തിലുള്ള ഫൈറ്റോ കെമിക്കൽസിനൊക്കെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്. പക്ഷേ ഇങ്ങനെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഉള്ള ഒട്ടുമിക്ക എല്ലാ കോമ്പൗണ്ട്സും അടങ്ങിയിരിക്കുന്നത് അല്ലിറോൺ എന്ന് പറയുന്ന ബ്രാനിൻ്റെ ലെയറിലാണ്, അതായത് ഔട്ടർ മോസ്റ്റ് ലെയറിലാണ്. ഗോതമ്പിൽ അടങ്ങിയിരിക്കുന്ന മറ്റൊരു കോമ്പൗണ്ടാണ് ഫൈറ്റിക് ആസിഡ് എന്ന് പറയുന്നത്. ഫൈറ്റിക് ആസിഡിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗോതമ്പിൽ തന്നെ അടങ്ങിയിരിക്കുന്ന അയൺ, സിങ്ക് പോലത്തെ മിനറൽസിനെ നമ്മളുടെ ഇൻറ്റസ്റ്റൈനിൽ നിന്നും അബ്സോർബ് ചെയ്യുന്നത് കുറയ്ക്കും. ഈ പറയുന്ന ഫൈറ്റിക് ആസിഡ് അരിയിലും ഉണ്ട്. ഫൈറ്റിക് ആസിഡിൻ്റെ ആക്ഷൻ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗോതമ്പ് പാചകം ചെയ്യുന്നതിന് മുമ്പ് വെള്ളത്തിലിട്ട് വെക്കണം, വെള്ളത്തിൽ പുതിർത്തി വെക്കണം. അതിനെ സോക്കിംഗ് എന്ന് പറയും. അല്ലെങ്കിൽ സ്പ്രൗട്ടിങ് ചെയ്യണം, അതായത് മുളപ്പിക്കണം. അതും അല്ലെങ്കിൽ ഫെർമെൻറ്റേഷൻ ചെയ്യണം. ഇതുകൂടാതെ ഗോതമ്പിൽ അടങ്ങിയിരിക്കുന്നത് പലതരത്തിലുള്ള വിറ്റാമിൻസ് ഉണ്ട്. മെയിൻലി വിറ്റാമിൻ ഇ അല്ലെങ്കിൽ ടോക്കോഫെറോൾ എന്ന് പറയും. ബി കോംപ്ലക്സ് വൈറ്റമിൻസ് നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട്. മെയിനായിട്ടും തയമിൻ അല്ലെങ്കിൽ വിറ്റാമിൻ B1, നിയാസിൻ ഉണ്ട്, റൈബോഫ്ലേവിൻ ഉണ്ട്, ഫോളിക് ആസിഡ് ഉണ്ട്. പക്ഷേ ഈ പറയുന്ന ബി വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിരിക്കുന്നത് ഗോതമ്പിൻ്റെ ബ്രാനിലും ജേം ലെയറിലുമാണ്. ഈ പറയുന്ന ലെയേഴ്സൊക്കെ നമ്മൾ ഗോതമ്പിനെ മില്ല് ചെയ്ത് റിഫൈൻ ചെയ്യുന്ന സമയത്ത് നഷ്ടപ്പെടും. അതായത് മൈദയിൽ ഇതൊന്നും ഉണ്ടാവില്ല. ഗോതമ്പിൽ വൈറ്റമിൻസ് കൂടാതെ പലതരത്തിലുള്ള മിനറൽസും അടങ്ങിയിട്ടുണ്ട്. ഏത് സീരിയൽ എടുത്ത് നോക്കുകയാണെങ്കിലും ഗോതമ്പാണെങ്കിലും അരിയാണെങ്കിലും അതിൽ അടങ്ങിയിരിക്കുന്ന മിനറൽസിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് എന്ത് തരം സോയിൽ, എന്ത് തരം മണ്ണിലാണ് ഇത്തരത്തിലുള്ള ചെടികൾ വളർത്തുന്നത് അതിനനുസരിച്ചിരിക്കും. ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിനറൽസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയൺ ഉണ്ട്, സിങ്ക് ഉണ്ട്, ട്രേസ് മിനറൽസ് ആയിട്ടുള്ള സെലീനിയം, മാംഗനീസ് ഉണ്ട്, കോപ്പർ ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്. പക്ഷേ ഗോതമ്പിനെ പൊടിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള മിനറൽസും വൈറ്റമിൻസും ഒക്കെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഗോതമ്പ് അങ്ങനെ തന്നെ കഴിക്കുന്നതിനേക്കാളും അധികം ആൾക്കാർക്കും ഇഷ്ടം ഗോതമ്പ് പൊടിച്ചിട്ട് കഴിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പൊടി, അത് മൈദയാണെന്നുണ്ടെങ്കിലും ആട്ടയാണെന്നുണ്ടെങ്കിലും അതിലൊന്നും മിനറൽസ് ഇല്ലാത്തതുകൊണ്ടും വൈറ്റമിൻസ് ഇല്ലാത്തതുകൊണ്ടും ചില കൺട്രീസിൽ ഇത്തരത്തിൽ വീറ്റ് ഫ്ലവർ ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് അഡീഷണലായി നമ്മൾ സിന്തറ്റിക്കലി ഉണ്ടാക്കുന്ന വൈറ്റമിൻസും മിനറൽസും ആഡ് ചെയ്യണമെന്നുള്ള നിയമങ്ങൾ പോലും ഉണ്ട്. ഗോതമ്പിൽ അടങ്ങിയിരിക്കുന്ന ലിഗ്നിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടിന് കോളൻ ക്യാൻസർ തടയാനുള്ള കഴിവുണ്ടെന്നും സ്റ്റഡീസിൽ പറയുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗോതമ്പ് അങ്ങനെ തന്നെ പാചകം ചെയ്ത് കഴിക്കണം. അതായത് ഗോതമ്പ് പൊടിപ്പിച്ചിട്ടല്ലാതെ കഴിക്കാൻ പറ്റണം. ഗോതമ്പ് പൊടിപ്പിക്കുന്നത് രണ്ട് രീതിയിലാവാം. ഒന്ന് ആട്ട ഉണ്ടാക്കാം. ആട്ടേനെ നമ്മൾ പറയുന്നത് ഹോൾ വീറ്റ് ഫ്ലവർ എന്നാണ്. ആട്ട ഉണ്ടാക്കുന്ന സമയത്ത് ഗോതമ്പിൻ്റെ ജേം ലെയർ, ബ്രാന്, എൻഡോസ്പേം ഇത് മൂന്നും കൂടി മിൽ ചെയ്ത് പൊടിക്കുന്ന സമയത്താണ് നമുക്ക് ആട്ട കിട്ടുന്നത്. ആട്ടയിൽ ചെറിയ അളവിൽ ഫൈബർ ഉണ്ടാവും, ചെറിയ അളവിൽ മിനറൽസും വിറ്റമിൻസും ഒക്കെ ഉണ്ടാവും. പക്ഷേ കംപ്ലീറ്റ് ഗോതമ്പിലുള്ള അത്രയും അളവിൽ ആട്ടയിൽ എന്തായാലും ഉണ്ടാവില്ല. ഇനി ഗോതമ്പിൻ്റെ തന്നെ ജേം ലെയറും ബ്രാൻ ലെയറും ഒക്കെ കളഞ്ഞ് അതിൻ്റെ എൻഡോസ്പേം ലെയർ മാത്രം പൊടിച്ചെടുക്കുന്ന പ്രോസസ്സ്, അത് ഹൈലി റിഫൈൻ ചെയ്യുന്ന പ്രോസസ്സാണ്. അങ്ങനെയാണ് നമ്മൾ മൈദ ഉണ്ടാക്കുന്നത്. ഈ മൈദ ഉപയോഗിച്ചിട്ടാണ് ഫുഡ് ഇൻഡസ്ട്രിയിലും ബേക്കറി ഉൽപ്പന്നങ്ങളും എല്ലാം ഉണ്ടാക്കുന്നത്. നമുക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള പൊറോട്ട ഉണ്ടാക്കുന്നതും മൈദ ഉപയോഗിച്ചിട്ടാണ്. മൈദേനെ കുറിച്ച് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ആ വീഡിയോയും കൂടി കാണുക. നമ്മൾ കഴിക്കുന്ന ചപ്പാത്തി ഉണ്ടാക്കുന്നത് ആട്ട ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഗോതമ്പിന് പലതരത്തിലുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ നിങ്ങൾ ഗോതമ്പ് കഴിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതിനേക്കാളും പ്രധാനപ്പെട്ട ചോദ്യം നിങ്ങൾ ഗോതമ്പ് ഏത് രൂപത്തിലാണ് കഴിക്കുന്നത് എന്നുള്ളതാണ്. ഇനി എനിക്കറിയേണ്ടത് ഗോതമ്പ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഏത് ഭക്ഷണമാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ആ ഭക്ഷണത്തിൻ്റെ പേരൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അരി ഭക്ഷണത്തിനെ കുറിച്ചും ചോറിനെ കുറിച്ചുമാണ് നിങ്ങൾക്ക് ഇനി അറിയേണ്ടതെങ്കിൽ ഈ വീഡിയോ കാണുക. ഹെൽത്തി ഫുഡിനെ കുറിച്ച് ഞാൻ പല വീഡിയോസും ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാവുന്നതാണ്.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ മറക്കണ്ട. നിങ്ങളെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.